CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് പാലത്തിലേക്ക് ഇടിച്ചുകയറിയ അപകടം 40ഓളം പേർക്ക് പരിക്ക്. 3 പേരുടെ നില ഗുരുതരം. പരിക്കേറ്റവരെ തൃശൂരിലെയും കുന്നംകുളത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ആനകളിടഞ്ഞു. ആനകളെ തളയ്ക്കുവാനുള്ള ശ്രമത്തിനിടയിൽ പാപ്പാന് പരിക്കേറ്റു. മാവേലിക്കര കുട്ടിക്കൃഷ്ണനും മന്നലാങ്ങുന്ന ഉമാമഹേശ്വരൻ ആനകളാണ് ഇടഞ്ഞത്. ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. കുന്നംകുളം നഗരസഭയിലെ ചാട്ടുകുളം നവീകരണം ഉദ്ഘാടനം 16 വൈകിട്ട് 3 മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2.69 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മങ്ങാട് ആറ്റത്തറ റോഡിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. മങ്ങാട് 4-ാം കല്ലെ വൈശാരകത്ത് വീട്ടിൽ 21 വയസ്സുള്ള റിയാസിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ റിയാസിനെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്രകലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രാഭിവൃദ്ധിക്കും ചൈതന്യവർദ്ധനവിനും വേണ്ടിയാണ് എല്ലാവിധ പ്രായശ്ചിത്തങ്ങളുടെയും 8 ദിവസങ്ങളായി സഹസ്രകലശം നടത്തുന്നത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കം. നാളെ പ്രസിദ്ധമായ ഭരണി ആഘോഷം. വേലൂർ ഗ്രാമപഞ്ചായത്ത് മണിമലർക്കാവ് ഉത്സവത്തിനോടനുബന്ധിച്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ ഭക്ഷണ ശുചിത്വ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി പരിശോധന നടത്തി. കുടുംബശ്രീ CDSന്റെ സ്പെഷ്യൽ ക്യാന്റീൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. ചിറ്റണ്ടയിൽ കാൽനട യാത്രക്കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ചിറ്റണ്ട കുന്നത്തുപടി 56 വയസ്സുള്ള രവിയാണ് മരിച്ചത്. ചിറ്റണ്ട സ്കൂളിന് സമീപത്ത് വെച്ച് ഇന്നലെ രാത്രി 8 മണിയോടെയാണ് കുഴഞ്ഞു വീണത്. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിന് ഉത്സവത്തിന് കൊടിയേറി. ഫെബ്രുവരി 17-18 തീയതികളിലായാണ് ഉത്സവം. കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകി. 2 ദിവസങ്ങളിലായി ആഘോഷിച്ച ആൽത്തറ രാമരാജ UP സ്കൂൾ 134-ാം വാർഷികം സമാപിച്ചു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരുന്നു ആഘോഷ പരിപാടികൾ നടത്തിയത്. പഞ്ചായത്തുകളുടെ വെട്ടിക്കുറച്ച ഗ്രാന്റുകൾ പുനഃസ്ഥാപിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക, ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് പൈസ ഉടനെ നൽകുക, തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തയ്യൂർ ശ്രീ ലോകരിത്തിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭസംക്രാന്തി വേല മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5 മണിക്ക് നട തുറക്കൽ, നിർമ്മാല്യ ദർശനം, മലർ നിവേദ്യം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. കടപ്പുറം പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ കുടിവെള്ള പ്രശ്നത്തിൽ ചൊല്ലി കാലിക്കുടങ്ങൾ വെച്ച് LDFന്റെ പ്രതിഷേധം. പ്രതിപക്ഷത്തിന്റേത് രാഷ്ട്രീയ സമരാഭാസമാണെന്ന് ഭരണപക്ഷത്തിന്റെ ആരോപണം. പഞ്ചായത്ത് കിണർ നശിക്കുന്നു. വടക്കേക്കാട് പഞ്ചായത്തിലെ 15-ാം വാർഡിലെ ഒട്ടുങ്ങൽ പീടികയിൽ സംസ്ഥാന പാതയോർത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണ് കാടുപിടിച്ച് വെള്ളം മലിനമായി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുഭരണത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കാട്ടാങ്ങാമ്പൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മച്ചാട് മാമാങ്കവേദിയായ തിരുവാണിക്കാവ് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനത്തിൽ വാദ്യകമ്പക്കാരുടെ മനം കവർന്ന് മട്ടന്നൂരും ശിഷ്യൻ ജയറാമും. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നടപ്പുരയിൽ പഞ്ചാരിമേളം ആസ്വദിക്കാൻ വൻ തിരക്കായിരുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ അയിരൂർ തെക്കീട്ടിൽ കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചു. പ്രവൃത്തി ഉദ്ഘാടനത്തിന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ നേതൃത്വം നൽകി. ചാവക്കാട് BRCയുടെ നേതൃത്വത്തിൽ സമേതം ചരിത്രാന്വേഷണ പരിപാടിയുടെ ഭാഗമായി പുന്നയൂർക്കുളം പഞ്ചായത്ത് തല ചരിത്രായനം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര വിദ്യാഭ്യാസ പരിപാടി തൃശൂരും സംയുക്തമായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കിലയുടെയും സഹകരണത്തോടുകൂടി ചരിത്രായനം പരിപാടി. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തെ തകർക്കുന്ന നിലപാടുകൾക്കുമെതിരെ KSKTU കാട്ടാങ്ങാമ്പൽ പഞ്ചായത്ത് തലത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിക്കുന്നു. ഇതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം നടത്തി. ആദൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, നടക്കൽപ്പറ എന്നിവ നടന്നു. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ ടെക് ഫെസ്റ്റ് വെബ്സൈറ്റ് വൈവിധ്യ 2024 പ്രകാശനം തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS നിർവഹിച്ചു. ഫെബ്രുവരി 14 പ്രണയദിനത്തോടനുബന്ധിച്ച് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ് തൃശൂർ ജനറൽ ഹോസ്പിറ്റലിലെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.